ഹലോ മക്കളെ, നമ്മൾ ഇന്ന് സ്റ്റഡി ടൈമിൽ എടുക്കുന്നത് 3ാം ക്ലാസ്സിൻ്റെ മാത്സിൽ 11ാമത്തെ ചാപ്റ്ററായ കുപ്പിയിലെത്ര സഞ്ചിയിലെത്ര. ഈ ഒരു ചാപ്റ്ററിലെ ഏറ്റവും ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അത് വീഡിയോ ചെയ്തതിൽ ഒരു ചെറിയ മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇതിലൊന്ന് ക്ലിയർ ആക്കിയിട്ട് പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ ഇവിടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? 6ാമത്തെ ക്വസ്റ്റ്യൻ ഗണിത ലാബ്. അപ്പോൾ ഞാൻ വീഡിയോ ചെയ്തതിൽ 16 തൂക്കക്കട്ടികൾ കണ്ടുപിടിച്ചിട്ടുള്ളത് കേട്ടോ. 15 എന്നുള്ളത് 16 തൂക്കക്കട്ടികൾ കണ്ടുപിടിച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്കിതിൽ ചോദ്യം ഒന്ന് നോക്കാം. ഗണിത ലാബിലേക്ക് 4 തൂക്കക്കട്ടികൾ ഉണ്ടാക്കി. അപ്പോൾ 4 തൂക്കക്കട്ടികളാണ് വേണ്ടത്. അപ്പോൾ 4 കട്ടികളുടെയും ആകെ ഭാരം എന്ന് പറയുന്നത് 15 കിലോഗ്രാം ആണ്. അപ്പോൾ 15 കിലോഗ്രാം കിട്ടുന്ന രീതിയിൽ 4 തൂക്കക്കട്ടികൾ ഉണ്ടാക്കണം. ഏതൊക്കെയായിരിക്കും? 1ൻ്റെയും 2ൻ്റെ 2 10ൻ്റെ 1 ആയിരിക്കും. അപ്പോൾ എത്രയായി? 15 നേരത്തെ നമ്മൾ വീഡിയോയിൽ ചെയ്തതിൽ 10 പിന്നെ 1 2 3 അങ്ങനെയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പെട്ടെന്ന് 15 എന്നുള്ള രീതിയിൽ കേട്ടോ. അപ്പോൾ ഇതാണ് ശരിയായിട്ടുള്ള ആൻസർ. 2 പ്രാവശ്യം 2ൻ്റെ കട്ടകൾ ഉണ്ടാവും. അതുപോലെ തന്നെ 10 കിലോയുടെ ഒരു കട്ടയാണുള്ളത്. ഇനി ഈ കട്ടികൾ ഉപയോഗിച്ച് 1 മുതൽ 15 കിലോഗ്രാം വരെയുള്ള ഭാരം അളക്കാം. ഓരോ തൂക്കക്കട്ടിയുടെയും ഭാരം എത്രയാണ്? അപ്പോൾ അത് നമ്മളിവിടെ കണ്ടുപിടിച്ചു. 1 കിലോഗ്രാം, 2 കിലോഗ്രാം, വീണ്ടും 2 കിലോഗ്രാം, പിന്നെ 10 കിലോഗ്രാം. ഇനി ഇവിടെ നമ്മളോട് ചോദിച്ചിട്ടുള്ളത് 14 കിലോഗ്രാം ഭാരം അളക്കുന്നത് എങ്ങനെയെന്നാണ്. അപ്പോൾ നമുക്ക് നോക്കാമല്ലേ. 14 കിലോഗ്രാം നമ്മൾ കണക്കാക്കുന്നതിന് വേണ്ടിയിട്ട് 10 കിലോഗ്രാമിൻ്റെയും 2 കിലോഗ്രാമിൻ്റെ 2 കട്ടകളും എടുത്തു വെച്ചാൽ മതി. അപ്പോൾ എത്രയായി? 14 കിലോഗ്രാമായി. ഇനി 7 കിലോഗ്രാം അളക്കുന്നതോ? അത് മക്കൾക്കൊക്കെ ഒരു ഡൗട്ടായിരിക്കും അല്ലേ. അപ്പോൾ 7 കിലോഗ്രാം അളക്കുന്നത് എങ്ങനെയെന്ന് നോക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഓരോ കിലോഗ്രാമും അളക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ആ ക്വസ്റ്റ്യൻ കുറേ പേർക്ക് മനസ്സിലായിട്ടില്ല എന്നും പറയുന്നുണ്ട്. അപ്പോൾ ഏതൊക്കെയാണ് നമ്മുടെ കയ്യിലുള്ള തൂക്കക്കട്ടികൾ? 1, 2ൻ്റെ 2 പിന്നെ 10ൻ്റെത് 1. അപ്പോൾ 1 കിലോഗ്രാം അളക്കാൻ സിമ്പിളല്ലേ കണക്കാക്കാൻ? 1 കിലോഗ്രാമിൻ്റെ തന്നെ എടുത്താൽ എത്രയായി? 1 കിലോഗ്രാം. പിന്നെ 2ൻ്റെത് കാണാൻ 2ൻ്റെ കട്ടി വെച്ചാൽ 2 കിലോഗ്രാം. ഇനി 3ൻ്റെത് വെക്കണമെങ്കിലോ ഒരു 1ൻ്റെതും വെക്കുക, ഒരു 2ൻ്റെതും വെക്കുക അല്ലേ. അപ്പോൾ എത്രയായി? 3 കിലോഗ്രാം. കിലോഗ്രാം ആണ് കേട്ടോ, kg എന്ന് എഴുതുന്നത്. പിന്നെ ഇനി 4ൻ്റെത് വേണമെങ്കിലോ 2ൻ്റെ 2 കട്ട വെച്ചാൽ പോരെ. 2 കൂട്ടണം 2 അല്ലേ. അപ്പോൾ 4 കിലോഗ്രാം. ഇനി 5ൻ്റെത് വേണമെങ്കിൽ 1 കൂട്ടണം 2 കൂട്ടണം 2. അപ്പോൾ എത്രയായി? 5 കിലോഗ്രാം. ഇനി 6ൻ്റെത് വേണമെങ്കിലാണ് നമ്മൾ ഇനി മുതലാണ് കേട്ടോ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. 6ൻ്റെത് വേണമെങ്കിൽ തുലാസിൽ എങ്ങനെയാണ് ഉണ്ടാവുക? 2 ഭാഗത്ത് ഉണ്ടാവില്ല. ഒരു ഭാഗത്ത് വെയിറ്റ് വെക്കുന്ന ഭാഗവും ഒരു ഭാഗത്ത് നമുക്ക് വേണ്ടിയ സാധനം വെക്കുന്ന ഭാഗവും. അപ്പോൾ വെയിറ്റ് വെക്കേണ്ട ഭാഗത്ത് നമ്മൾ എത്ര വെക്കുക? 10 കിലോയുടെ ഈ കട്ട വെച്ചു എന്ന് കൂട്ടിക്കോളി. അപ്പോൾ നമുക്ക് 6 കിലോഗ്രാം ആണ് വേണ്ടതല്ലേ. അപ്പോൾ 10ൽ നിന്നും എത്ര കുറയ്ക്കുന്ന സമയത്താണ് 6 കിട്ടുക? ഇവിടെ നമ്മളിപ്പോൾ പഞ്ചസാരയാണ് വെക്കുന്നതെന്ന് വിചാരിക്കാം. 6 കിലോഗ്രാം പഞ്ചസാര നമുക്ക് കിട്ടണം. 6 നമുക്ക് ഇവിടെ കിട്ടേണ്ടത്. അപ്പോൾ ഇവിടെ 10 വെച്ചാൽ ഇതും സെയിം ആവുമോ? ഇല്ല. അപ്പം നമ്മൾ ഇതിൻ്റെ കൂട്ടത്തിൽ ഈ 10ൽ നിന്നും എത്ര കുറയ്ക്കുന്ന സമയത്താണ് 6 കിട്ടുന്നത്? 4 കുറയ്ക്കുന്ന സമയത്തല്ലേ. അപ്പം 4 2ൻ്റെ 2 കട്ട ഇവിടെ വെക്കുക. മനസ്സിലായോ? 2ൻ്റെ 2 കട്ട ഇവിടെ വെക്കുമ്പം ഈ 6 കിലോഗ്രാം പഞ്ചസാരയും ഈ 4 കിലോഗ്രാം കട്ടയും കൂടെ കൂടുമ്പോൾ എത്രയായി? 10 കിലോഗ്രാം ആയില്ലേ. അപ്പോൾ ഇതും സെയിം ആവും. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഈ 4 കിലോഗ്രാം കട്ട ഇവിടെ വെച്ചത് കൊണ്ട് തന്നെ 6 കിലോഗ്രാം പഞ്ചസാര കറക്റ്റ് ആവുന്ന സമയത്ത് എന്താണിത്? സെയിം ആയിട്ട് തൂങ്ങും അല്ലേ. കറക്റ്റ് ആവും. അപ്പോൾ ഇവിടെ നമുക്ക് 6 കിലോഗ്രാം അളന്ന് കണക്കാക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് 6 കിലോഗ്രാം അളക്കുന്നത് എങ്ങനെയാണെന്ന് കിട്ടി. ഇനി 7 കിലോഗ്രാം ആണെങ്കിൽ ആ സെയിം തന്നെ ഇവിടെ 10 കിലോഗ്രാമിൻ്റെ കട്ട വയ്ക്കുക. ഈ ഭാഗത്ത് നമ്മൾ പഞ്ചസാര എന്താ സാധനം വാങ്ങുന്നത് അതിൻ്റെ ഭാഗത്ത് അപ്പോൾ നമുക്ക് 7 കിലോഗ്രാം ആണ് ആവേണ്ടത്. അപ്പോൾ 10ൽ നിന്നും എത്ര കുറയ്ക്കണം? 7 ആവണമെങ്കിൽ 2ൻ്റെ ഒരു കട്ടയും വെക്കുക, 1ൻ്റെ ഒരു കട്ടയും വെക്കുക.
അപ്പോൾ എത്രയായി? ഇത് രണ്ടും കൂടെ കൂട്ടുമ്പോൾ 10 ആവൂലേ? അപ്പോൾ ഇവിടെ 3 കിലോഗ്രാം ആദ്യമേ ഈ ഒരു പിന്നെ സ്ഥലത്തുണ്ടായത് കൊണ്ട് തന്നെ അതിലേക്ക് 7 കിലോഗ്രാം സാധനം വരുമ്പോൾ എന്തായി? ഇതും സെയിം ആയിട്ട് തൂങ്ങും. അപ്പോൾ 7 കിലോഗ്രാം എങ്ങനെയാണ് നമ്മൾ കണക്കാക്കുന്നത്? 10 കിലോഗ്രാം ഒരു ഭാഗത്ത് വെക്കുക, 7 കിലോഗ്രാം സാധനത്തിൻ്റെ കൂടെ എന്താണ്? 3 കിലോഗ്രാമും കൂടെ വെക്കുക. അപ്പോൾ നമുക്ക് ആ ചോദ്യത്തിൻ്റെ ഉത്തരം ഇവിടെ കിട്ടിയിട്ടുണ്ട്. എന്നാലും ബാക്കി കൂടി നോക്കാം. ഇനി 8 കിലോഗ്രാം ആണെങ്കിൽ ഇവിടെ 10 വെക്കുക, ഇവിടെ 8 കിലോഗ്രാം ആണ് വേണ്ടത്. അപ്പോൾ ഇവിടെ ഒരു 2ൻ്റെ കട്ടയും കൂടി അങ്ങോട്ട് വെക്കുക. മനസ്സിലായോ? അവിടെ 2ൻ്റെ കട്ട അവിടെ വെച്ചേക്കുക. ഇനി 9 കിലോഗ്രാം ആണ് വേണ്ടതെങ്കിൽ ഇവിടെ 10ൻ്റെ കട്ട വെക്കുക. ഇവിടെ 9 അല്ലേ വേണ്ടത്? അപ്പോൾ നമ്മളിവിടെ 1 കിലോഗ്രാമിൻ്റെ കട്ട വെച്ച് കൊടുക്കുക. ഇനി 10 കിലോഗ്രാം ആണെങ്കിൽ പിന്നെ നമുക്ക് പ്രത്യേകിച്ച് ഒന്നും നോക്കാനില്ല അല്ലേ? 10ൻ്റെ കട്ട തന്നെ അങ്ങോട്ട് വെച്ചാൽ 10 കിലോഗ്രാമായി അല്ലേ? ഇനി 11ൻ്റെതാണ് നമുക്ക് കണക്കാക്കണമെങ്കിൽ നമ്മൾ ത്രാസിലെങ്ങനെ 11 അല്ല 10 + 1 വെച്ചാൽ എത്രയായി? 11 പിന്നെ 10 + 2 വെച്ചാൽ 12 10 + 1 + 2 വെച്ചാൽ 13 കിലോഗ്രാമായി. പിന്നെ 10 + 2 + 2 വെച്ചാൽ 14 കിലോഗ്രാം. പിന്നെ 10 + 2 + 2 + 1 വെച്ചാൽ എത്രയായി? 15 കിലോഗ്രാം. അപ്പോൾ ഇതൊക്കെ നമ്മളതിൽ ഈ ഒരു കട്ടകൾ വെച്ചിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അതുപോലെ ഇത്രയും നമുക്ക് ഈ കട്ടകൾ വെച്ചിട്ട് തന്നെ കണ്ടുപിടിക്കാം. ഇനി ഈ ഒരു ഭാഗം മാത്രം 6, അതുപോലെ 7, 8, 9 ഇത്രയും നമ്പേഴ്സ് ഇത്രയും തൂക്കങ്ങളാണ് നമുക്ക്. നിങ്ങൾ പലചരക്ക് കടയിലൊക്കെ പോയാൽ മനസ്സിലാവും. നിങ്ങൾ 100, 200 എന്നൊക്കെ പറയുമ്പോൾ അവരിൽ കട്ടയില്ലെങ്കിൽ ആ വെയിറ്റ് വെക്കുന്ന സാധനം വാങ്ങുന്ന സ്ഥലത്തും അവരൊരു ചെറിയ കട്ട വെക്കും, ആ ഒരു പിന്നെ വെയിറ്റ് കണക്കാവാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒന്നും കൂടെ പറയാം. 6 കിലോഗ്രാം ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക? ഈ 10ലേക്ക് എത്ര കിലോഗ്രാം ആവണം എന്ന് നോക്കുക. നമുക്ക് കണക്കാക്കാൻ വേണ്ടി 10 നമ്മളിവിടെ വെക്കുന്നത് 10ൻ്റെ കട്ടയാണ് നമ്മളെ കയ്യിലുള്ളത്, അതുകൊണ്ടാണ് കേട്ടോ. ഇതിനെക്കാട്ടിലും വലിയ സംഖ്യ 10ൻ്റെതല്ലേ നമ്മളെ കയ്യിലുള്ളത്. അപ്പോൾ 10 ആവാൻ ഇവിടെ എത്രയും കൂടെ വേണം നോക്കുക. ആ കട്ട നമ്മൾ ഇതിൽ വെച്ച് കൊടുക്കുക. 7 കിലോഗ്രാം നോക്കണമെങ്കിൽ 10 ആവാൻ എത്രയും കൂടെ വേണം നോക്കുക. ആ കട്ടകൾ നമ്മുടെ കയ്യിലുള്ളത് ഇവിടെ വയ്ക്കുക അല്ലേ? ഇനി 8 ആണെങ്കിലോ 2 കിലോഗ്രാം വെച്ചാൽ എത്രയായി? 10 പിന്നെ 9ൻ്റെ നോക്കുകയാണെങ്കിൽ 1 കിലോഗ്രാം വെച്ചാൽ മതി. അപ്പോൾ ഈ ഒരു കണക്ക് മക്കൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുകയാണ് കേട്ടോ. അപ്പോൾ മക്കളെ ഇത്രയാണ് ഈ ഒരു ക്ലാസ്സിൽ എടുക്കുന്നത്. ഈ ഒരു 6ാമത്തെ ചോദ്യം മാത്രമാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ മക്കൾക്ക് ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ക്ലാസ്സിൽ തന്നെ എന്തെങ്കിലും മിസ്റ്റേക്കൊക്കെ പറ്റിയിട്ടുണ്ടെങ്കിൽ കമൻസിൽ ചോദിക്കുക കേട്ടോ. ഏത് ക്ലാസ്സിലാണോ നിങ്ങൾക്ക് കമൻസ് അറിയിക്കാൻ വരുന്നത് അതിൽ ചോദിച്ചാൽ മിസ്റ്റേക്ക് ഉണ്ടെങ്കിലൊക്കെ തിരുത്തിയിട്ട് ഒന്നും കൂടെ ക്ലിയർ ആക്കിയിട്ട് അതൊരു ചെറിയ ക്ലാസ് ആക്കിയിട്ട് എടുത്ത് തരുന്നതാണ് കേട്ടോ. മനസ്സിലാവാത്ത ഭാഗം മക്കൾ ചോദിക്കാൻ മടിക്കരുത്. അപ്പോൾ നമുക്ക് സ്റ്റഡി ടൈമിൻ്റെ മറ്റൊരു ക്ലാസ്സിൽ കാണാം.